ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. അതുപോലെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. രാത്രി എല്ലാ ജോലിക്കാരും നേരത്തെ പോയതുകൊണ്ട് ഇവൻ പാട്ടൊക്കെ കേട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന പല സാധനങ്ങളും ഇവരെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വെച്ചിരുന്ന ടിവിയിൽ ഇവൻ പല വൃത്തികേടുകളും കാണാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കറണ്ട് അങ്ങ് പോയി, മൊത്തത്തിൽ ഇരുട്ടായി. ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞ് നടക്കാൻ പോയപ്പോൾ കാല് ഗമ്മ് പോലെ എന്തൊരു ചവിട്ടി. അതൊരു ഏലിയന്റെ തുപ്പലായിരുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ ആ ഏലിയൻ അവനെ കൊന്നു കളഞ്ഞു. കൂട്ടുകാരൻ മരിച്ചു തെറിഞ്ഞ് ഇനി ഈ അവസ്ഥ ആർക്കും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ പുതിയൊരു ഡിറ്റക്റ്റീവ് ഏജൻസി സ്റ്റാർട്ട് ചെയ്തു. കൊന്നയാളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവന് സപ്പോർട്ടായിട്ട് 3 പേരും കൂടെ ഉണ്ടായിരുന്നു. ഇവർ ടീമായിട്ട് രാത്രി പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എന്തോ ഒരു സാധനം കാറി വന്നിടിച്ചു. എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഇവൻ അതിന്റെ ബട്ടണിൽ ഒന്ന് ഞെക്കി നോക്കി. അപ്പോഴത്തേക്കും അത് ഓണായി. അത് വേറൊന്നും ആയിരുന്നില്ല, ഏലിയന്റെ കയ്യിൽ നിന്ന് വീണ ഒരു എക്സ്പ്ലോഷൻ ആയിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് കൂട്ടുകാരനെ കൊന്ന ആ ഏലിയനെ അവൻ കണ്ടുപിടിച്ചു. അത് വേറെ ആപത്തുണ്ടാക്കാതിരിക്കാൻ വേണ്ടി തലക്കടിച്ച് ബോധം കെടുത്തി. ആ ഏലിയൻ ചത്തുപോയെന്നും പറഞ്ഞ് ഇവന്മാർ അതിനെ വെച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി. കുറച്ചും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഇവൻ അതിനെ വെച്ച് പലതും ചെയ്തേനെ. ഉമ്മ വയ്ക്കാൻ പോയ സമയത്ത് അതിന് ബോധം വന്നു. പിന്നെ എന്ത് ചെയ്യാനാ?